അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാനൊരു വോയിസ് കേട്ടു. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഒരു ചെറിയ കുട്ടി അവനവൻ്റെ ഉപ്പാൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയാണ്, ഉപ്പാ ഇന്ന മാളത്തുനിന്ന് എന്തോ നിന്നെ കടിച്ച്, എന്നിട്ടത് ആ മാളത്തിൻ്റെ ഉള്ളിൽ തന്നെ പോയി എന്ന്. ആ മകനിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ വഴിയിൽ വെച്ചിട്ട് ആ മകൻ ഈ ലോകത്തോട് വിട പറയാണ്. ആ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. വല്ലാത്ത നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ്. സഹിക്കാൻ കഴിയൂല അത് കേട്ട് കഴിഞ്ഞാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് ഇന്നലെ 4 മണിക്ക് ശേഷം സ്കൂൾ വിട്ട് വന്നിട്ട് കുട്ടി വീട്ടിൻ്റെ മുറ്റത്ത് മെറ്റൽ കൂട്ടിയിട്ടുണ്ട്. ആ മെറ്റലിൽ നിന്ന് മതിലിൻ്റെ പൊത്തിലേക്ക് കല്ലിങ്ങനെ എടുത്തെറിഞ്ഞ്. അപ്പോൾ ആ കുട്ടി എന്തോ പൊത്തിലെന്തോ ഇങ്ങനെ കണ്ട കാരണമാണ് കുട്ടി കല്ലെടുത്ത് എറിഞ്ഞിരുന്നത്. ഈ മെറ്റൽ കല്ലിങ്ങനെ എടുത്തെറിഞ്ഞ് വളരെ അടുത്ത് നിന്നിട്ടാണ് കുട്ടി എറിഞ്ഞത്. എറിഞ്ഞതോട് കൂടിയിട്ട് ഈ പൊത്തിന്നൊരു സാധനം വന്നിട്ട് കുട്ടിനെ കടിച്ച്. കുട്ടി അത് വീട്ടിൽ പറഞ്ഞില്ല. കുട്ടി പിന്നെ എറിച്ചൽ തുടങ്ങി. അവസാനം കുട്ടി പൊത്ത് നിറച്ച്, മെറ്റലിട്ടിട്ട് പൊത്ത് നിറച്ച്. അങ്ങനെ പിന്നെ കുട്ടിക്ക് ഭയങ്കര കടച്ചലും വേദനയായി. അപ്പോൾ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കടനുണ്ട്, ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് കടിച്ച്, പൊത്തിന്നൊരു സാധനം വന്നിട്ട് ഇന്നോട് കടിച്ച് പൊത്തിലേക്ക് തന്നെ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൻ്റെ തണ്ടയിൽ ഇപ്പോൾ കെട്ടി ഉടനെ ഗോപിനാൻ്റെ അവിടെ കൊണ്ടുപോയി. നോക്കുമ്പോൾ ഗോപിനാൻ്റെ അവിടേക്ക് എത്തിയപ്പോഴത്തേന് ഈ കുട്ടിക്ക് കണ്ണൊക്കെ മറിഞ്ഞു പോലെ തുടങ്ങിയാണ്. മഗ്‌രിബിൻ്റെ സമയത്താണ് ഗോപിനാൻ്റെ അവിടേക്ക് കൊണ്ടുപോയത്. മഗ്‌രിബിൻ്റെ അവിടെ നിന്ന് അവർ പറഞ്ഞ് കുട്ടിൻ്റെ ഹാർട്ടിൻ്റെ പ്രവർത്തനം നിൽക്കുന്നുണ്ട്, ഇനി മലങ്കരയിൽ കൊണ്ടുപോയിക്കോളി, പാമ്പാണ് എന്നാണ് തോന്നുന്നത്. കുട്ടി നീലനിറം ഓടലും തുടങ്ങിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മലങ്കരയിലേക്ക് എത്തിയില്ല. കുന്നംകുളം മലങ്കരയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് കുട്ടി മരിച്ചു. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ഈ കുട്ടിനെ മയ്യത്ത് മറവ് ചെയ്തു തങ്ങൾപ്പടി ജുമാഅത്ത് പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് പരിസരത്തൊക്കെ കുട്ടികൾ കളിക്കുമ്പോൾ പൊത്തിലേക്കൊക്കെ കല്ലെടുത്ത് വരുന്നതും പൊത്തിലേക്ക് കൈയിടുന്നതും പൊത്തിൽ വടിയിടുന്നതും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അസ്സലാമു അലൈക്കും. എത്ര വലിയ വേദനാജനകമായ വാർത്തയാണ് നോക്ക് നിങ്ങൾ. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മകനാണ്. പെടുന്നനെ ഉപ്പാക്കും ഉമ്മാക്കും കാണാൻ കഴിയുന്നത് ആ മകൻ്റെ മയ്യത്താണ്. ഇന്ന് 6 അടി മണ്ണിൻ്റെ അടിയിലാണ് ആ ഒരു ചെറിയ കുട്ടി. കളിച്ച് ചിരിച്ച് അവരുടെ മുമ്പിലൂടെ ഓടി നടന്നിരുന്ന അവരുടെ പൊന്നുമോനെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വാരിയെടുത്ത് ചുടുചുംബനങ്ങൾ അർപ്പിച്ച മകനാണ്. പടച്ചോനെ, ആ മകനെ ആ ലീവ് തീരുന്നതിൻ്റെ ഉള്ളിൽ, കണ്ട് കൊതി തീരുന്നതിൻ്റെ ഉള്ളിൽ 6 അടി മണ്ണിലേക്ക് ആ ഉപ്പ 2 കൈകൾ ഉപയോഗിച്ച് ഇറക്കി വെക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കൽബ് കല്ലാക്കിയിട്ടാവുക ആ മനുഷ്യനത് ചെയ്തിട്ടുണ്ടാവുക. കാരണം അത്രമേൽ വലിയ വേദനിപ്പിക്കുന്ന ഒരു രംഗം ഇത് ചിലപ്പോൾ നമ്മുടെ ഒക്കെ വീടുകളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് മഴക്കാലമാണ്. പാമ്പുകൾ പല സ്ഥലങ്ങളിൽ അവർ തണുപ്പ് പിടിച്ചിട്ട് വന്നിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിൽ, നമ്മുടെ മുറ്റമടിക്കുന്ന ചൂരിൻ്റെ ഉള്ളിൽ, ചിലപ്പോൾ അടുക്കളയിൽ, നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് വരെ അവർ വന്നിരിക്കും. കാരണം പാമ്പിന് എവിടെയും ചുരുണ്ട് കൂടാനുള്ള കഴിവ് പാമ്പിനുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ മക്കളെ നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യണം. അവൻ കുഴപ്പമൊന്നുമില്ല, അവൻ ഓടിക്കളിക്കണ്ടേ പ്രായമല്ലേ, ചിരിച്ച് കളിക്കട്ടെ, അവൻ്റെ തോന്നിയതുപോലെ നടക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാൽ ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ മക്കളുടെ ജീവന് തന്നെ ആപത്താണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് ആ ഒരു വേദന എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ മക്കൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ കുട്ടിയുടെ സ്ഥാനത്താണ് എങ്കിൽ, ചെറിയ പൈതലാണ്, ചെറിയ കുട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്ന, സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന മക്കളിൽ ആ കുട്ടി അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വേദനയാണ് ഉമ്മ, പ്രയാസമാണ്. പക്ഷേ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
നിങ്ങൾക്ക് ഒരു റാഹത്തായിട്ട് സന്തോഷമായിട്ട് നാളെ സ്വർഗത്തിൽ അവൻ നിങ്ങളുടെ കൈ പിടിക്കാൻ വരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അള്ളാഹു അതിന് നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ഇന്നും ഞാൻ കണ്ടു. ജുറൈജ് എന്ന് പറയുന്ന ഒരു ചെറിയ 17 വയസ്സുകാരന്, പടച്ചവന് 2-3 ദിവസമായി ആ കുട്ടി വെള്ളത്തിൽ പോയിട്ട് എന്നും ആ കുട്ടിയുടെ മയ്യത്ത് കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സന്നദ്ധ പ്രവർത്തകർ അവർ കഴിവിൻ്റെ പരമാവധി മണിക്കൂർ കണക്കിന് അവർ ആ കായലിൽ കിടന്നുകിട്ട് തപ്പിത്തെരയുകയാണ് ആ മോൻ്റെ മയ്യത്തിന് വേണ്ടിയിട്ട്. യാ അല്ലാ, കാണുന്നവർക്ക് കണ്ണ് നിറയാതെ അത് കണ്ടു നിൽക്കാൻ കഴിയൂല. ഇന്ന് ആ കുട്ടി ആ വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ അവൻ്റെ ആ ഒരു ശരീരം അതിങ്ങോട്ട് കിട്ടണം. പഠിച്ചോനെ, ഞാൻ ആലോചിക്കണത് ഈ ഒരു സമയത്ത് ആ മകൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ അവസ്ഥയാണ്. തൻ്റെ മകൻ മരണപ്പെട്ട് മയ്യത്ത് കിട്ടുക എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൊണ്ടുപോയിട്ട് അവൻ്റെ കബറടക്കാം. പക്ഷേ ഇപ്പോഴും വെള്ളത്തിൻ്റെ ഉള്ളിൽ മയ്യത്ത് കിടക്കുന്നുണ്ട്, പൊന്തിയിട്ടില്ല മയ്യത്ത് ഇതുവരെ ആയിട്ട്. എത്ര വേദന ഉണ്ടാവും റബ്ബേ. ഞാൻ മയ്യത്ത് കിട്ടണ ഒരു രംഗമുണ്ടല്ലോ, യാ അല്ലാ, സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് ആ ഒരു കാഴ്ച. എൻ്റെ പൊന്ന മാതാപിതാക്കളെ, നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇതൊരു പാടാണ് നമുക്ക്. ഇനിയും നിങ്ങൾ മക്കളെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിൽക്കൂല. കുളിക്കാൻ വേണ്ടി കായലിലേക്കും കനാലിലേക്കും അവർ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ. ചിലപ്പോൾ നിങ്ങളോട് പറയാതെ പോകും. സ്കൂളുള്ള ദിവസങ്ങളിൽ, സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ, സ്കൂളുണ്ടാകുമ്പോൾ സ്കൂൾ കട്ട് ചെയ്തിട്ട് വരെ ഓരോരുത്തർ പല സ്ഥലങ്ങളിലേക്ക് കുളിക്കാൻ പോകുന്നത് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ആ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങുമ്പോൾ ഈ ഒരവസ്ഥയിൽ അവർ നിൽക്കുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. എത്രയോ ആളുകളാണ് പോയി ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിലൊക്കെ കാണുന്നത്. നല്ല പുഴയാണ്, അതിൻ്റെ വർണ്ണന ഉണ്ട്, വിവരിക്കും ആ പുഴനെ കുറിച്ചിട്ട്. എന്നിട്ടോ ഏതൊരാൾക്കും അത് കണ്ടു കഴിഞ്ഞാൽ കുളിക്കാൻ പോകാൻ തോന്നും. അതിൻ്റെ റൂട്ട് വരെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഇന്നാലിൻ്റെ കുളമുണ്ട്, ഇന്നാലിൻ്റെ വളവ് കഴിഞ്ഞാൽ ഇന്നാലിൻ്റെ പള്ളിയുടെ അപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പടച്ച റബ്ബേ, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത്, ഈ കുട്ടി ഇന്നും വെള്ളത്തിൻ്റെ അടിയിലാണ്. ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇന്നും തോർന്നിട്ടില്ല. അപ്പോഴാണ് ഒരു വിഭാഗം ഇങ്ങനെ ചെയ്യുന്നത്, പല സ്ഥലത്തും കുളിക്കാൻ നല്ല പറ്റിയ സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വീഡിയോ എടുക്കുന്ന ആളുകൾക്കറിയോ അവിടെയുള്ള അപകടം? അറിയൂല. ഇപ്പം ഈ ജുറൈജ് എന്ന് പറയുന്ന കുട്ടിയുണ്ടല്ലോ, ഈ മകൻ കടലിൽ നീന്തി വളർന്ന കുട്ടിയാണ്. അതായത് കടൽ തിരമാലകളെ ഭേദിച്ച് അവർക്ക് നീന്താൻ കഴിയുമായിരുന്ന കുട്ടി. എന്തിയെ കടലിനെക്കാട്ടും വലുതാണോ ഒരു പുഴ അല്ലെങ്കിൽ ഒരു തോടെന്ന് പറയുന്നത്? പിന്നെ എന്തുകൊണ്ട് ഈ നിമിഷം വരെ ആ കുട്ടിയുടെ മയ്യത്ത് കിട്ടണില്ല? കടലിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം കരയിലേക്കടിയും. പക്ഷേ എന്തിയെ ഇവിടെ കിട്ടുന്നില്ല? ചിലപ്പോൾ ഒഴുക്കിൽ പെട്ടിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോഴും വെള്ളത്തിൻ്റെ അടിയിൽ ചളിയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും. ഇതാണല്ലോ യാഥാർത്ഥ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നല്ലാതെ നമുക്ക് ഈ സമയത്തൊന്നും പറയാനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു പുഴയുടെ അവസ്ഥയാണിത്. ഇത്ര ദിവസങ്ങളായെന്നറിയോ ആ കുട്ടിയുടെ മയ്യത്തിന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തകർ അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു പുഴ അല്ലെങ്കിൽ ഒരു കായൽ, കനാൽ എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ അവിടെ പതിയിരിക്കുന്ന അപകടങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതാദ്യം മനസ്സിലാക്കുക.
ഒരു സ്ഥലത്ത് കുളിക്കാൻ പറ്റുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി പുറപ്പെടരുത്. ആ സ്ഥലത്തിനെ കുറിച്ച് അന്വേഷിക്കുക, മനസ്സിലാക്കുക. ഇറങ്ങാൻ പറ്റുന്നതാണെങ്കിൽ, കുളിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കുളിക്കുക. അതല്ലാതെ ആവേശത്തോടു കൂടി ആഴങ്ങളിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ജീവൻ, നമ്മുടെ പ്രാണൻ അതില്ലാതായി പോവുകയാണ്. ഈ റീൽസിൻ്റെ ആ സ്ഥലത്തിൻ്റെ മദ്ഹ് പറഞ്ഞ ആളുകൾക്ക് നിങ്ങളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. നഷ്ടം നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഭാര്യക്കും മക്കൾക്കുമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക.